പണ്ട് ഭാരതത്തിൽ പച്ചപ്പും പവിത്രതയും നിറഞ്ഞ സുന്ദരമായ ഒരു സാമ്രാജ്യമുണ്ടായിരുന്നു. ആകാശത്തെ തൊട്ടുനിൽക്കുന്ന സഹ്യപർവ്വതനിരകളും മനോഹരമായ ആമ്പലുകളാൽ നിറഞ്ഞ് ഗ്രാമത്തിലൂടെ ഒഴുകുന്ന പുണ്യനദികളും ആ രാജ്യത്തിന് ഐശ്വര്യം പകർന്നു. നീതിമാനും ധീരനുമായ മഹാരാജാവ് ആ രാജ്യം ഭരിച്ചു. തന്റെ പ്രജകളെ വളരെയധികം സ്നേഹിച്ചിരുന്ന ആ രാജാവിന്റെ ഏക മകളായിരുന്നു ചന്ദ്രിക. അഴകുകൊണ്ടും വിനയം കൊണ്ടും വിദ്യകൊണ്ടും അവൾ രാജ്യം മുഴുവൻ പ്രശസ്തയായിരുന്നു. അവൾ ജനിച്ചപ്പോൾ കൊട്ടാരത്തിലെ ജ്യോത്സ്യന്മാർ പറഞ്ഞു, ഈ കുട്ടി രാജ്യത്തിന്റെ ഐശ്വര്യമാണ്. ഇവളുടെ ഹൃദയം സ്വർണത്തേക്കാൾ തിളക്കമുള്ളതാണ്. രാജകുമാരി വളർന്നത് അതിമനോഹരമായ കൊട്ടാരക്കെട്ടുകൾക്കുള്ളിലായിരുന്നു. അവളുടെ ഓരോ ആവശ്യത്തിനും നൂറുകണക്കിന് ദാസീജനങ്ങളുണ്ടായിരുന്നു. സ്വർണപാത്രങ്ങളിൽ വിളമ്പുന്ന ആഹാരവും പട്ടുമെത്തകളും അവൾക്ക് ചുറ്റുമുണ്ടായിരുന്നു. എന്നാൽ ഈ ആഡംബരങ്ങൾക്കിടയിലും ചന്ദ്രികയുടെ മനസ്സ് അശാന്തമായിരുന്നു. കൊട്ടാരത്തിന്റെ വൻമതിലുകൾക്കുള്ളിലെ സുഖഭോഗങ്ങളേക്കാൾ പുറത്തെ ലോകത്തെ ലളിതമായ ജീവിതത്തോടായിരുന്നു അവൾക്ക് പ്രിയം. കൊട്ടാരത്തിന്റെ ഉന്നതങ്ങളിലിരുന്ന് അവൾ പുറത്തെ ലോകത്തേക്ക് നോക്കുമ്പോൾ ആകാശത്തെ പറവകളെപ്പോലെ സ്വതന്ത്രമായി ജീവിക്കാൻ അവൾ ആഗ്രഹിച്ചു. എന്നാൽ കൊട്ടാരത്തിന്റെ നിയമങ്ങൾ അവളെ വരിഞ്ഞു മുറുക്കിയിരുന്നു. അതേസമയം രാജ്യത്തിന്റെ ഏറ്റവും ദൂരെയുള്ള ഗ്രാമത്തിന്റെ അതിർത്തിയിൽ ഒരു ചെറിയ കൂരയിൽ മാധവൻ എന്ന യുവാവ് താമസിച്ചിരുന്നു. അവന്റെ ജീവിതം രാജകുമാരിയുടേതിനു നേരെ വിപരീതമായിരുന്നു. ലോകത്തിന്റെ കണ്ണിൽ അവൻ വെറും ദാരിദ്ര്യൻ മാത്രമായിരുന്നു. ഉടുക്കാൻ കീറിയ വസ്ത്രങ്ങളും താമസിക്കാൻ ചോർന്നൊലിക്കുന്ന കുടിലും മാത്രമായിരുന്നു അവന്റെ സമ്പാദ്യം. പക്ഷേ മാധവന്റെ കണ്ണുകളിലെ തിളക്കം ഏത് രാജകുമാരനെയും തോൽപ്പിക്കുന്നതായിരുന്നു. മാധവന്റെ മുഖത്ത് എപ്പോഴും ഒരു ദിവ്യമായ പുഞ്ചിരിയുണ്ടായിരുന്നു. ആ പുഞ്ചിരിക്ക് പിന്നിലെ രഹസ്യം അവന്റെ ഹൃദയത്തിൽ വസിച്ചിരുന്ന ഭഗവാൻ ശ്രീകൃഷ്ണനായിരുന്നു. മാധവൻ വെറുമൊരു ദരിദ്രനായിരുന്നില്ല. അവൻ ഭക്തിയുടെ സാമ്രാജ്യത്തിലെ ചക്രവർത്തിയായിരുന്നു. ദിവസവും സൂര്യോദയത്തിനു മുൻപേ മാധവൻ കാട്ടിലേക്ക് പോകും. മഞ്ഞുതുള്ളികൾ ഇറ്റുവീഴുന്ന പുലർക്കാലങ്ങളിൽ അവൻ കാട്ടുപൂക്കൾ തേടി നടക്കും. വന്യമൃഗങ്ങളെയോ കാട്ടിലെ ദുർഘടമായ വഴികളെയോ അവൻ ഭയപ്പെട്ടില്ല. ഓരോ പൂവിനെയും അവൻ തൊടുന്നത് കൃഷ്ണനെ ഓർത്തുകൊണ്ടായിരുന്നു. കൃഷ്ണ, നിനക്കായി ഞാൻ അഴകുള്ള പൂക്കൾ തേടുകയാണ് എന്ന് അവൻ മന്ത്രിക്കുമായിരുന്നു. അവൻ കോർക്കുന്ന ഓരോ പൂമാലയിലും അവന്റെ ശ്വാസവും പ്രാർത്ഥനയും അലിഞ്ഞുചേർന്നിരുന്നു. ആ മാലകൾ സമർപ്പിക്കാൻ അവൻ ഗ്രാമത്തിലെ പഴയ കൃഷ്ണക്ഷേത്രത്തിൽ എത്തുമായിരുന്നു. ദിവസവും ഗ്രാമത്തിലെ പുരാതനമായ ആ കൃഷ്ണക്ഷേത്രത്തിൽ രാജകുമാരിയും ദർശനത്തിനെത്തുമായിരുന്നു. രാജകുമാരി വരുമ്പോൾ ക്ഷേത്രപരിസരം ആളുകളെക്കൊണ്ട് നിറയും. കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾക്കിടയിലൂടെ അവൾ ക്ഷേത്രനടയിലെത്തുമ്പോൾ അവിടെ ഒരു മൂലയിൽ കണ്ണടച്ചിരിക്കുന്ന മാധവനെ അവൾ കാണാൻ തുടങ്ങി. തുടക്കത്തിൽ അവൾ അവനെ ഒരു സാധാരണ ദരിദ്രനായിട്ടാണ് കണ്ടത്. എന്നാൽ ദിവസങ്ങൾ കഴിയുന്തോറും അവളുടെ ശ്രദ്ധ അവനിലുടക്കി. ലോകത്തിലെ ഏറ്റവും വലിയ സുഖസൌകര്യങ്ങൾ അനുഭവിക്കുന്ന തന്റെ അച്ഛനോ മന്ത്രിമാരോ പോലും ഇത്രയധികം ശാന്തരായി അവൾ കണ്ടിട്ടില്ല. ഒരു നേരത്തെ ആഹാരത്തിനു പോലും വകയില്ലാത്ത ഈ യുവാവ് എങ്ങനെയാണ് ഇത്രയധികം ശാന്തനായിരിക്കുന്നത്? മാധവന്റെ മുഖത്തെ ആ പ്രശാന്തത എവിടെ നിന്ന് വരുന്നുവെന്ന് അവൾ അത്ഭുതപ്പെട്ടു. ഒരിക്കൽ ദർശനം കഴിഞ്ഞ് മടങ്ങുമ്പോൾ അവൾ മാധവന്റെ അരികിൽ നിന്നു. അവൾ ചോദിച്ചു, യുവാവേ, നീ എന്തിനാണ് നിന്റെ ഈ വിലപ്പെട്ട സമയം ഇവിടെ ചിലവാക്കുന്നത്? നിനക്ക് അധ്വാനിച്ച് പണമുണ്ടാക്കിക്കൂടെ? ഇത്ര ദാരിദ്ര്യത്തിനിടയിലും നീ എങ്ങനെയാണ് ഇത്രയധികം സമാധാനത്തോടെ ശാന്തനായിരിക്കുന്നത്? മാധവൻ പതുക്കെ കണ്ണു തുറന്നു. അവന്റെ നോട്ടത്തിൽ ഒരുതരം വശ്യതയുണ്ടായിരുന്നു. അവൻ ശാന്തമായി പറഞ്ഞു, ദേവി, നിങ്ങൾ കാണുന്നത് എന്റെ ദാരിദ്ര്യമാണ്. എന്നാൽ ഞാൻ അനുഭവിക്കുന്നത് എന്റെ ഈശ്വരന്റെ സാമീപ്യമാണ്. വിശക്കുമ്പോൾ എനിക്ക് ആഹാരം കിട്ടുന്നു. ഉറങ്ങാൻ എനിക്ക് ഈ ഭൂമിയുണ്ട്. ഇതിലപ്പുറം എനിക്ക് എന്തു വേണം? പണം കൊണ്ട് നിങ്ങൾക്ക് സൌകര്യങ്ങൾ വാങ്ങാം, പക്ഷെ സമാധാനം വാങ്ങാൻ കഴിയില്ല. എന്റെ കൃഷ്ണൻ എന്റെ കൂടെയുള്ളപ്പോൾ ഞാൻ എന്തിന് മറ്റൊന്നിന് പിന്നാലെ പോകണം? മാധവന്റെ വാക്കുകൾ ചന്ദ്രികയുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞു. കൊട്ടാരത്തിലെ പൊള്ളയായ ആഡംബരങ്ങളെക്കാൾ സത്യമാണ് മാധവന്റെ വാക്കുകളെന്ന് അവൾ തിരിച്ചറിഞ്ഞു. അന്നുമുതൽ അവൾ മാധവനെ കാണാനായി മാത്രം ക്ഷേത്രത്തിലെത്താൻ തുടങ്ങി. അവരുടെ സംസാരങ്ങൾ നീണ്ടുപോയി. കൊട്ടാരത്തിലെ സുഖസൌകര്യങ്ങളിൽ കിട്ടാത്ത സമാധാനം ചന്ദ്രികയ്ക്ക് മാധവനിൽ നിന്ന് ലഭിച്ചു. അതൊരു പ്രണയമായിരുന്നില്ല, മറിച്ച് ആത്മാവുകൾ തമ്മിലുള്ള ഒരു സംവാദമായിരുന്നു. രാജകുമാരി മാധവനിലൂടെ ഭഗവാനെ കണ്ടെത്തുകയായിരുന്നു. എന്നാൽ ഈ വാർത്ത കാട്ടുതീ പോലെ കൊട്ടാരത്തിലെത്തി. ചാരന്മാർ രാജാവിനോട് പറഞ്ഞു, മഹാരാജാവേ, അങ്ങയുടെ മകൾ ഒരു ദരിദ്രനുമായി ബന്ധം സ്ഥാപിച്ചിരിക്കുന്നു. ഇത് രാജ്യത്തിന് കളങ്കമാണ്. രാജാവ് ക്രോധാവിഷ്ടനായി.
തന്റെ മകളെ ഒരു രാജകുമാരന് വിവാഹം കഴിച്ചുകൊടുത്തു. സാമ്രാജ്യം വികസിപ്പിക്കാനിരുന്ന അദ്ദേഹത്തിന് ഇത് സഹിക്കാൻ കഴിഞ്ഞില്ല. ഉടൻ തന്നെ ഭടന്മാരെ അയച്ച് മാധവനെ പിടികൂടാൻ അദ്ദേഹം ഉത്തരവിട്ടു. ഭടന്മാർ മാധവനെ ചങ്ങലക്കിട്ടു വലിച്ചിഴച്ചു. ഗ്രാമവാസികൾ ഇത് കണ്ട് സങ്കടപ്പെട്ടെങ്കിലും രാജാവിനെ ഭയന്ന് ആരും മിണ്ടിയില്ല. മാധവനെ കാരാഗൃഹത്തിലെ ഇരുട്ടറയിൽ അടച്ചു. അവിടെയും മാധവൻ ശാന്തനായിരുന്നു. അവൻ കാരാഗൃഹത്തിലെ ഭിത്തിയിലും തന്റെ പ്രിയ കൃഷ്ണന്റെ ചിത്രം വരച്ചു. ഇരുട്ടിലും മാധവൻ ഭയപ്പെട്ടില്ല. അവൻ കൃഷ്ണകീർത്തനങ്ങൾ പാടിക്കൊണ്ടിരുന്നു. അവന്റെ ശബ്ദം കാറ്റിലൂടെ ഒഴുകി രാജകുമാരിയുടെ കാതുകളിലെത്തി. രാജകുമാരി ചന്ദ്രിക കരഞ്ഞുകൊണ്ട് തന്റെ പിതാവിനെ കണ്ടു. അച്ഛാ, അവനെ വിട്ടയക്കൂ. അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവൻ ഭഗവാന്റെ പ്രിയപ്പെട്ടവനാണ്. അവൾ വിതുമ്പി. രാജാവ് പരിഹാസത്തോടെ ചിരിച്ചു. ഈ ദരിദ്രൻ ഭഗവാന്റെ പ്രിയപ്പെട്ടവനാണെന്നോ? ഇവൻ എങ്ങനെ ഭഗവാന് പ്രിയപ്പെട്ടവനാകും? രാജകുമാരി പറഞ്ഞു. ഈ രാജ്യത്തിന്റെ രാജാവിനേക്കാൾ ഭഗവാന് പ്രിയം മാധവനോടാണ്. അത്രയ്ക്ക് ഉറപ്പോ? എങ്കിൽ ഞാൻ ഒരു പരീക്ഷണം വെക്കാം. ഇവൻ ദൈവത്തിന്റെ ആളാണെങ്കിൽ ദൈവം അവനെ രക്ഷിക്കട്ടെ. നാളെ പ്രഭാതത്തിൽ ക്ഷേത്രത്തിലെ കരിങ്കൽ വിഗ്രഹം കൈകൾ നീട്ടി ഇവൻ നൽകുന്ന പൂവ് സ്വീകരിക്കണം. നിന്റെ ഭക്തി അത്രമേൽ സത്യമാണെങ്കിൽ ഭഗവാൻ നിനക്ക് വേണ്ടി അത് ചെയ്യും. അങ്ങനെ സംഭവിച്ചാൽ നിന്റെ ഇഷ്ടം നടക്കും. ഇല്ലെങ്കിൽ നാളെ സൂര്യാസ്തമയത്തിനു മുൻപ് നിന്റെ ശിരസ് അറുക്കപ്പെടും. അതൊരു മരണവാർത്തയായിരുന്നു. ഒരു വിഗ്രഹം എങ്ങനെ കൈകൾ നീട്ടും? രാജകുമാരി ആ രാത്രി മുഴുവൻ അന്നപാനീയങ്ങൾ വെടിഞ്ഞ് കരഞ്ഞു പ്രാർത്ഥിച്ചു. മാധവൻ കാരാഗൃഹത്തിന്റെ ഇരുട്ടിലും കൃഷ്ണനാമം ജപിച്ചു. പ്രഭാതം പുലർന്നു. രാജ്യം മുഴുവൻ ക്ഷേത്രമുറ്റത്തൊത്തുകൂടി. രാജാവ് തന്റെ സൈന്യത്തോടൊപ്പം എത്തി. മാധവനെ കാരാഗൃഹത്തിൽ നിന്ന് പുറത്തെടുത്തു. അവന്റെ ശരീരം തളർന്നിരുന്നു. പക്ഷേ അവന്റെ കണ്ണുകളിൽ ഒരു ദിവ്യപ്രകാശമുണ്ടായിരുന്നു. ചന്ദ്രിക ദൂരെയൊരിടത്തു നിന്ന് പ്രാർത്ഥനയോടെ നോക്കി നിന്നു. രാജാവ് ആജ്ഞാപിച്ചു, മാധവ, ഇതാ നിന്റെ അവസാന അവസരം. നിന്റെ ഭക്തി സത്യമാണെങ്കിൽ അത് തെളിയിക്കൂ. മാധവൻ സാവധാനം വിഗ്രഹത്തിന് മുന്നിൽ നിന്നു. അവൻ തന്റെ കൈകളിൽ ഒരു ചെറിയ പൂവെടുത്തു. അത് വാടിത്തുടങ്ങിയിരുന്നു. അവൻ കണ്ണടച്ചു പറഞ്ഞു, കൃഷ്ണ, എനിക്ക് മരിക്കാൻ ഭയമില്ല. പക്ഷെ നിന്റെ ഭക്തൻ തോറ്റുപോയാൽ ഈ ലോകം നിന്നെ പരിഹസിക്കും. അത് സംഭവിക്കാൻ നീ അനുവദിക്കരുത്. പെട്ടെന്ന് അന്തരീക്ഷം മാറി. ക്ഷേത്രത്തിലെ മണികൾ തനിയെ മുഴങ്ങാൻ തുടങ്ങി. ക്ഷേത്രത്തിനകത്ത് ഒരു ദിവ്യപ്രകാശം പരന്നു. ഭൂമി ഒന്ന് കുലുങ്ങിയോ എന്ന് ജനങ്ങൾ സംശയിച്ചു. അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുകയായിരുന്നു. ജനങ്ങൾ നോക്കി നിൽക്കെ ആ കരിങ്കൽ വിഗ്രഹത്തിന്റെ കണ്ണുകൾ പതുക്കെ തുറന്നു. അത് മാധവനെ നോക്കി പുഞ്ചിരിച്ചു. സഭയിലുണ്ടായിരുന്നവർ ശ്വാസമടക്കി നിന്നു. സാവധാനം ഭഗവാൻ തന്റെ രണ്ട് കൈകളും മുന്നോട്ട് നീട്ടി. മാധവൻ വിറയ്ക്കുന്ന കൈകളോടെ ആ പൂവ് സമർപ്പിച്ചു. ഭഗവാൻ അത് സ്വീകരിച്ചു, തന്റെ ഹൃദയത്തോടടുപ്പിച്ചു. ക്ഷേത്രത്തിൽ നിന്ന് ഒരു മനോഹരമായ തുളസിഗന്ധം പുറപ്പെട്ടു. ക്ഷേത്രമുറ്റത്ത് മൗനം പടർന്നു. രാജാവിന്റെ വാൾ കൈകളിൽ നിന്ന് താഴെ വീണു. അദ്ദേഹം സിംഹാസനത്തിൽ നിന്ന് ഇറങ്ങി വന്ന് മാധവന്റെ പാദങ്ങളിൽ വീണു. ഭഗവാനെ, പണമല്ല ഭക്തിയാണ് യഥാർത്ഥ സമ്പത്തെന്ന് ഞാൻ ഇന്ന് തിരിച്ചറിയുന്നു. മാധവ, നീയാണ് ഈ രാജ്യത്തെ ഏറ്റവും വലിയ ധനവാൻ. രാജാവ് കണ്ണുനീരോടെ പറഞ്ഞു. രാജകുമാരി ചന്ദ്രികയുടെ മുഖത്ത് ആനന്ദത്തിന്റെ പ്രകാശം വിരിഞ്ഞു. രാജ്യം മുഴുവൻ ഹരേ കൃഷ്ണ മന്ത്രങ്ങളാൽ മുഖരിതമായി. രാജകുമാരിയും ദരിദ്രനും തമ്മിലുള്ള സ്നേഹം ഒരു പുരാണമായി മാറി. അവർ പിന്നീട് കൊട്ടാരത്തിലെ സുഖസൗകര്യങ്ങൾ ഉപേക്ഷിച്ചു. അവർ ഗ്രാമത്തിലെ സാധാരണക്കാർക്കിടയിൽ ജീവിച്ചു. പ്രകൃതിയെയും ദൈവത്തെയും സ്നേഹിച്ചു. ദിവസവും രാജകുമാരിയും മാധവനും ഒരുമിച്ച് പൂക്കൾ ശേഖരിച്ചു. മാലകളാക്കി കൃഷ്ണനെ അണിയിച്ചു. ഈ കഥ നമുക്ക് നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. ഈ ലോകത്ത് പദവികളോ സമ്പത്തോ അല്ല മനുഷ്യനെ മഹാനാക്കുന്നത്. അവന്റെ ഉള്ളിലെ നന്മയും നിസ്വാർത്ഥമായ ഭക്തിയുമാണ്. സ്നേഹമെന്നത് ശരീരങ്ങൾ തമ്മിലുള്ള ബന്ധമല്ല, മറിച്ച് രണ്ട് ആത്മാക്കൾ ദൈവത്തിൽ ലയിക്കുന്ന അവസ്ഥയാണ്. ഒരു മനുഷ്യൻ തന്റെ ഈശ്വരനെ സ്നേഹിക്കുന്നതുപോലെ സഹജീവിയെ സ്നേഹിക്കാൻ പഠിക്കുമ്പോൾ അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കും. പ്രതിസന്ധികൾ വരുമ്പോൾ തളരാതെ സത്യത്തിന്റെ വഴിയിൽ നിന്നാൽ പ്രകൃതി പോലും നിനക്കുവേണ്ടി വഴിമാറും.
സ്നേഹമാണ് ഈ പ്രപഞ്ചത്തിന്റെ ആധാരം. ആ സ്നേഹത്തിൽ അസൂയക്കോ അഹങ്കാരത്തിനോ സ്ഥാനമില്ല. രാജകുമാരി ചന്ദ്രികയുടെയും മാധവന്റെയും സ്നേഹം ഇന്നും നമ്മെ ഓർമ്മിപ്പിക്കുന്നതൊന്നുമാത്രം. നിന്റെ ഹൃദയം ശുദ്ധമാണെങ്കിൽ, നിന്റെ ഭക്തി സത്യമാണെങ്കിൽ, ഈ ലോകത്തിലെ ഒരു ശക്തിക്കും നിന്നെ തകർക്കാൻ കഴിയില്ല. നിന്റെ വിശ്വാസത്തിന്റെ സാക്ഷിയായി ഭഗവാൻ എന്നും നിന്റെ കൂടെയുണ്ടാകും. ഹരേ കൃഷ്ണ.